ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഒരു റെസിപ്പി കൂടെ ഇൻക്ലൂഡ് ആക്കിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ രാവിലെ നോയിനെ എണീപ്പിച്ച് ഓൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഞാൻ രാത്രി തന്നെ ഓവർനൈറ്റ് ഓട്സൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷേ അമ്മ ഇഡ്ഡലിയും സാമ്പാറും ഇട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കണ്ടപ്പം ഇത് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായത്. പിന്നെ തലേ ദിവസം ഞാനിവിടെ DTDCയിൽ പോയിട്ടൊരു സാധനം എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാറിൻ്റെ അകത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ആ നേരം ഇവനെ ഊഞ്ഞാലിലിരുത്തിയിട്ട് ഇങ്ങനെ ആട്ടിക്കൊടുക്കാൻ കേട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്, ഊഞ്ഞാലിലാടുന്നത്. അപ്പോൾ സാധനം വേറൊന്നല്ല, ഈ V-Guardൻ്റെ ഒരു മിക്സർ ഗ്രൈൻഡറാണ്, NY750NX എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. അതൊന്ന് അൺബോക്സ് ചെയ്യുകയാണിപ്പോൾ. ഞാനിപ്പോൾ ചെറിയ രീതിക്ക് ഡയറ്റ് സ്റ്റാർട്ടാക്കിയാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ചോറ് കൺട്രോൾ ചെയ്യുക, പിന്നെ ഷുഗർ കുറയ്ക്കുക, അത്ര മാത്രമേ ഇപ്പം വിചാരിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ഡയറ്റൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ഗോബി പറാത്ത ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. നമ്മൾ കോളിഫ്ലവറൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ള പല്ലിന് ബ്രേസസ് ഇട്ടുകൊണ്ട് തന്നെ ഈ സ്നാക്കിങ് കംപ്ലീറ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. ഇങ്ങനെ കറുമുറായിട്ടുള്ള സാധനങ്ങളൊന്നും കടിച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഗോബി പറാത്തൊക്കെ നല്ല സുഖമായിട്ട് കഴിക്കാം കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ. അപ്പോൾ അത് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. ഈ മിക്സർ ഗ്രൈൻഡറിൽ 4 ജാറാണ് കേട്ടോ വരുന്നത്. ഇത് ജ്യൂസിനുള്ളതാണ്. ഇതന്നെ നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഓറഞ്ചിൻ്റെ ഒക്കെ നീര് അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം വെച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് നീരെടുക്കാനായിട്ട് പറ്റും. അല്ല നമുക്ക് സാധാരണ ജ്യൂസ് അടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കുഞ്ഞ് ജാറാണ്. നമുക്കിപ്പം സ്പൈസസ് പൊടിക്കാനാണെങ്കിലും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കാനാണെങ്കിലൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ വേറെ 2 ജാറുകൾ വരുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് ഡ്രൈ ജാറായിട്ടും വെജ് ജാറായിട്ടും അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. ഒന്നിലിങ്ങനെ തേങ്ങ അരക്കുക അങ്ങനത്തതൊക്കെ, മറ്റതിൽ നമുക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. അപ്പം എല്ലാത്തിനും ലിഡും വരുന്നുണ്ട്. അങ്ങനെ ഇത്രയും സെറ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു റെഡ് കളറിലാണ് അതിൻ്റെ മോട്ടർ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ കോളിഫ്ലവറൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ തലേന്ന് തന്നെ ഞാനിതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ മഴൻ്റെ ഒരു തുടക്കം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ കറണ്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം റെഡിയാക്കാമെന്ന് വിചാരിച്ച്. ഈ കോളിഫ്ലവറിൻ്റെ അകത്ത് പുഴുവൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അത് നല്ല പോലെ കഴുകിയിട്ട് പിന്നെ ചുടുവെള്ളത്തിലിട്ടിട്ട് കുറച്ച് സമയം അങ്ങനെ വെക്കണം. അപ്പോൾ ഞാനിത് എടുത്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ മേലൊക്കെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ സാധനങ്ങളുണ്ടായിന്. അങ്ങനെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിവാക്കുകയാണ്. ഇതിപ്പോൾ എത്ര നല്ലത് നോക്കിയെടുത്താലും ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ ഉള്ളത് കാണലുണ്ട് കേട്ടോ. ഞാൻ കൂട്ടത്തിൽ തമ്മിൽ ഭേദം തൊമ്മനെ നോക്കിയെടുത്തതാണ്. അങ്ങനെയല്ലോ ഞാൻ നല്ലപോലെ ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ട് പിന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മുഴുവനും നമുക്ക് ആവശ്യമില്ല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഒരു 3-4 ഉണ്ടാക്കിയാൽ മതി. 3-4 പറഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കില്ല കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെക്കാം. പിന്നെ ഉമ്മക്കൊന്നും ഈ ഒരു സംഭവത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. നമുക്ക് ഈ നാടൻ ഐറ്റംസൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞാനിതാ ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആദ്യം ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തേണ്. എന്നിട്ട് നല്ല ചുടുവെള്ളം ഒഴിച്ച് വെക്കണതിൽ. വേണമെങ്കിൽ നമുക്ക് തിളപ്പിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ വെന്ത് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചുടുവെള്ളം അങ്ങനെ ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മളെ മിക്സിനെ എടുത്തിട്ട് ഇവിടെ കിച്ചണിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ 4 ജാറൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. നമുക്ക് ഉള്ളി, കോളിഫ്ലവർ, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡാക്കി എടുക്കണം. നമ്മളിപ്പം അറിയാതെ ഇത് ഓവർലോഡായി പോയി കഴിഞ്ഞാലും മോട്ടർ കേടാവും എന്നുള്ള പേടി വേണ്ട കേട്ടോ. ഇതിൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ V-Guard NV750NX മിക്സറിൽ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ബ്ലേഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നല്ലപോലെ ഗ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് വേണ്ട രീതിക്ക് ഇത് ഗ്രൈൻഡായി കിട്ടിയാണ് കേട്ടോ. ഇതിൽ 750 വാട്ട്സ് ഹൈബ്രിഡ് മോട്ടറാണുള്ളത്. പിന്നെ 4 ജാറുള്ളതുകൊണ്ട് നമുക്ക് ജാർ ഇങ്ങനെ കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യമുള്ളത് അപ്പം തന്നെ സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിവാക്കിയാണ് കേട്ടോ. വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കലുള്ളൂ. അപ്പോൾ ഞാൻ അത് മാത്രം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ഞാൻ കുറച്ച് മസാലപ്പൊടിയും ഇത്തിരി ഉപ്പും മാത്രമേ ചേർക്കണുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ യൂസ് ചെയ്ത പച്ചമുളക് അത്യാവശ്യം എരുണ്ടേനു, അപ്പോൾ ഞാൻ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ചെറിയ ജാറിൽ ഞാൻ കുറച്ച് മല്ലിയില ഇട്ടിട്ട് അതും ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ മേലൊന്നിങ്ങനെ മല്ലിയില വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മൈദപ്പൊടിയല്ല, ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് പറാത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മൈദപ്പൊടിയും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുറച്ചും കൂടെ ഹെൽത്തി ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതാ ഏകദേശം ഒരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 6 പറാത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സാധാരണ ചപ്പാത്തി പോലല്ല, നമ്മൾ കുറച്ച് കട്ടിക്കാണ് ഈ പറാത്ത ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അങ്ങനെ കുഴച്ചെടുക്കുക. മാവ് അധികം ലൂസാവാനും പാടില്ല, അധികം ഹാർഡാവാനും പാടില്ല. നടുവിൽ ഒരു നോർമൽ പോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് പരത്താനും ബുദ്ധിമുട്ടാവും, കഴിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഹാർഡായി പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ അത് ഭയങ്കര ഉറപ്പുള്ള പോലെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ 6 ഞാനിവിടെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് പൊടി ഇടാം. ഇതാ ഞാൻ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത മല്ലിയിലയാണ് ഇട്ടത്. ഇനി മല്ലിയില കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇതിൻ്റെ മേലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പൊടിയും കൂടെ ഇട്ടിട്ട് ഇതൊന്നിങ്ങനെ പരത്തിയതിന് ശേഷം അത് മറിച്ച് വെക്കുക, മല്ലിയിലുള്ള ഭാഗം പുറത്തേക്ക് വരുന്ന പോലെ. എന്നിട്ട് നമ്മൾ ആക്കിയിട്ടുള്ള ഈ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ നടുവിലേക്കായിട്ട് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ വെക്കുക. എന്നിട്ടിത് സാധാ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. പക്ഷെ അങ്ങനെ അധികം ഫോഴ്സ് യൂസ് ചെയ്യരുത്. ഫോഴ്സ് ആയി കഴിഞ്ഞാൽ ഈ ഉള്ളിൽ വെച്ചിട്ടുള്ള സ്റ്റഫിങ് ഉണ്ടല്ലോ അത് പുറത്തേക്ക് വരും. അപ്പം മെല്ലെ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ചുട്ടെടുക്കാനുള്ള. ഇനി ഞാൻ ബാക്കിയുള്ളതെല്ലതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ കേട്ടോ. ചിലതിന് ഞാൻ 2 സൈഡിലും മല്ലിയില അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലാറ്റിലായിരുന്ന സമയത്ത് ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അപ്പം ഇതേനു എൻ്റെ മെയിൻ ഭക്ഷണം. വേണമെങ്കിൽ 3 നേരം ഞാനിത് കഴിക്കും, കാരണം എനിക്ക് അത്രയും ഇഷ്ടമാണ് ഈ ഒരു സ്റ്റഫ് ചെയ്തിട്ടുള്ള പറാത്ത കഴിക്കാൻ വേണ്ടിയിട്ട്. ഫില്ലിങ് ഞാനിങ്ങനെ മാറ്റി കൊടുക്കലുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലെ വേണമെങ്കിൽ കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ആക്കിയിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് 2 സൈഡും നല്ല പോലെ കുക്കാവുന്ന വരെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് ഇങ്ങനെ മറിച്ചിട്ടിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുക. പിന്നെ ഞാനിത് ബാക്കിയുള്ളതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് കോമ്പിനേഷനായിട്ട് തൈരും അച്ചാറുമാണ് കേട്ടോ കഴിക്കൽ. ഇപ്പോൾ നമ്മൾ ആലു പറാത്തക്കൊക്കെ ഇതല്ലേ കോമ്പിനേഷൻ എടുക്കൽ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ മുന്നേ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ലഞ്ച് കഴിക്കാൻ കേട്ടോ. 2 പറാത്തേനും ഞാൻ എടുത്തിട്ടുണ്ടായത്. അതന്നെ വയറ് നല്ല പോലെ ഫില്ലിങ്. പിന്നെ നിങ്ങൾക്ക് ഈ മിക്സി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അതിനുശേഷം ഇത് ഞാൻ തലേ ദിവസം ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. നോയിന് ഒരു ട്രൈ സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ, അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന ഇവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പം ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഇതിൽ ഓരോ പീസസും ഇവൻ തന്നെ ഇങ്ങനെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കുന്നുണ്ടേനി, ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നുണ്ടേനി. ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ആൾക്ക്. ഇങ്ങനെ ഇപ്പം എന്ത് പ്രൊഡക്റ്റ് വരികയാണെങ്കിലും അൺബോക്സ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇന്നെടുത്ത വീഡിയോ ആണ്. അത് നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ അതിലിരുത്തിയിട്ട് അവനെ നോക്കിയിട്ടില്ലേനു. ഇത് നല്ലൊരു സൈക്കിളാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നല്ല വേർത്തായിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു പ്രായം മക്കൾക്കും പിന്നെ ഇങ്ങനെ ചവിട്ടാനായ ഇവനക്ക് അത് നമുക്ക് കാലെത്തണില്ല, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഉന്തി കൊണ്ടെടുക്കുന്നത്. പിന്നെ ആ ഒരു ഇത് കണ്ടില്ലേ ഈ ഒരു സംഭവം, അതിലങ്ങനെ കാല് വെക്കാനായിട്ട് പറ്റും. പിന്നെ കുട്ടി ഇത് ചവിട്ടാനായാൽ അതിനുള്ളൊരു പെഡലും കൊടുത്തിട്ടുണ്ട്. ആമസോൺ വഴിയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ലവ് ലാപ്പാണ് ബ്രാൻഡ്. ലവ് ലാപ്പിൻ്റെ എലഗൻ ലൈറ്റ് ട്രൈ സൈക്കിളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹാൻഡിൽ കണ്ടില്ലേ, അത് വെച്ചിട്ട് നമുക്ക് ഈ സൈക്കിളിൻ്റെ മുന്നിലുള്ള ഹാൻഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഈ പാരൻ്റൽ കൺട്രോൾ വരുന്നതുകൊണ്ട് നമുക്കിത് ഉന്തി കൊണ്ടെടുക്കാൻ നല്ല സുഖമാണ്. ഇപ്പോൾ പുറത്ത് പാർക്കിലൊക്കെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ എൻ്റെ മോൻക്ക് അധികം ഇങ്ങനെ ഇരുന്ന് ഓട്ടുന്നതിനേക്കാളും ഇഷ്ടം ഓൻക്കത് ഓട്ടിക്കൊണ്ടെടുക്കാനാണ്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ
ബാക്കിൽ ഒരു സ്റ്റോറേജ് ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ബെല്ലൊക്കെ ഉണ്ട് കേട്ടോ, ബെൽറ്റും വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ നല്ല സേഫ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം. എനിക്ക് എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ ലവ് ലാപ്പിൻ്റെ തന്നെ വേറൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നോയിന്. അപ്പം അതിനേക്കാളും ഇവനക്കിപ്പോൾ ഇതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതുമ്മലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതായത് പുതിയത് കിട്ടുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് കൂടുമല്ലോ, അങ്ങനെ. പിന്നെ ഇതന്നെയാണ് മെയിൻ പരിപാടി. ഇവനായിട്ട് ഇങ്ങനെ നടക്കലേനി. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലിരിക്കാനിപ്പോൾ വലിയ താല്പര്യമില്ല ആൾക്ക്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് നടത്തണം. ഉള്ളിലിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വാശിയായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കേട്ടോ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇതും ഉരുട്ടിയിട്ട് ഇങ്ങനെ നടക്കലാണ് ഇപ്പം എൻ്റെ മെയിൻ പരിപാടി. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസൊക്കെ കുറവുള്ളത്. ഈ ഒരു പ്രായം ആയതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈം മാത്രം ആയതുകൊണ്ടാണോ എന്നറിയില്ല. എനിക്കെല്ലാം കൂടെ അങ്ങോട്ട് മാനേജ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടണില്ല. അതാണ് കേട്ടോ പ്രശ്നം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് ഇപ്പം എൻ്റെ ഡയപ്പർ ബാഗ്. ഞാൻ ഒരു 2-3 മാസം ഒരു ഡയപ്പർ ബാഗ് ഉപയോഗിക്കും, പിന്നെ അത് ചേഞ്ച് ആക്കും. അങ്ങനെ ഇന്നിപ്പോൾ ഞാനിത് ചേഞ്ച് ആക്കിയതാണ് കേട്ടോ. ഇതുവരെ വേറെ സൂക്കിൻ്റെ ബാഗ് തന്നെ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ 2 പേര് ഡ്രസ്സ് വെച്ചിട്ടുണ്ട് നോയിൻ്റെ. പിന്നെ ഇതിൻ്റെ കുറച്ച് കാർഡുകൾ, പിന്നെ നോയിനുള്ള ഡയപ്പർ, ടിഷ്യൂ, പിന്നെ ഇതിൻ്റെ സ്പെക്സിൻ്റെ ഒരു ബോക്സ് ഉണ്ട്, വെറ്റ് വൈപ്പ് ഉണ്ട്, ഡയപ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇപ്പം മുന്നത്തേനേക്കാളും സാധനം കുറവാണ്. മറ്റവൻ ചെറുതാകുമ്പം കുറേ സാധനങ്ങൾ കൊണ്ടെടുക്കണേനു. പിന്നെ 2 ദിവസം മുന്നെയാണ് എൻ്റെ പല്ലെടുത്തിട്ടുണ്ടായത്. അപ്പം അതിനുള്ള മരുന്ന് കുടിക്കുകയാണ് കേട്ടോ. ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കുടിക്കുകയാണ്. പല്ലിൻ്റെ 4 പല്ല് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 റിമൂവ് ചെയ്തത്, എന്നിട്ടാണ് ബ്രേസസ് ഇട്ടിക്കുന്നത്. അപ്പോൾ ഇനിയും 2 റിമൂവ് ചെയ്യാനുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ പോണത് MK ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ഇവിടെ തിരൂരങ്ങാടി ഭാഗത്തുള്ള. ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയെന്ന്. അൽഹംദുലില്ലാ ഞാനിപ്പം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. പിന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കണത് പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ 6 മാസം കൂടുമ്പം അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യലുണ്ട്. അതായത് നമ്മൾ ഫുൾ ഓക്കെ അല്ലേ, ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ എന്നുള്ള ചെക്കപ്പ് ചെയ്യലുണ്ട്. പക്ഷേ ഇപ്പം കുറേ ആയിനോട്ട് ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഗൈനക് ഡോക്ടർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്ഥിരമായിട്ട് വേറൊരു ഹോസ്പിറ്റലിലേനു കാണിച്ചിട്ടുണ്ടായത്. പക്ഷേ അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഡോക്ടർ ഇങ്ങോട്ടേക്ക് കുറച്ചായിട്ടുള്ളൂ മാറിയിട്ടോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഇവിടെ തിരക്ക് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ നമ്മൾ അടുത്തന്നുള്ളൊരു ഹോസ്പിറ്റലിലേനോ പോയി കാണിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന്. കുറേ മുന്നേ ഞാൻ കാണിക്കുന്നത് ഈ ഡോക്ടറെ. അപ്പോൾ നല്ലതാണ്, ഉമ്മക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നോഹ് ഭയങ്കര ആക്റ്റീവാണ്. അവിടെ ഇങ്ങനെ നടക്കലും ഓരോരുത്തരുടെ അടുത്ത് പോയി നിൽക്കലും ഒക്കെ ആയിട്ട്. പക്ഷേ ആൾക്കാരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകുന്നില്ല, ജസ്റ്റ് അവരിങ്ങനെ നോക്കി നിൽക്കുന്നുള്ളൂ. പിന്നെ ഇവനക്ക് വേണ്ടിയിട്ട് ഞാൻ കഞ്ഞി എടുത്തിട്ടുണ്ടേനു. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലേനു അവന്. അപ്പം ഇങ്ങനെ നടക്കുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചെങ്കിലൊക്കെ കഴിക്കലുണ്ട്. പിന്നെ നോയിനെ നേരിട്ട് കാണുമ്പോൾ കുറേ പേര് പറയലുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഭയങ്കര ചെറുതാണല്ലോ ആളെന്ന്. അവനിപ്പം നല്ല പോലെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, അണ്ടർ വെയിറ്റ് ആയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്, പക്ഷേ കുട്ടി ഇങ്ങനെ മെലിഞ്ഞ് പോവുകയാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ.